ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബിഹേവിയർസ് ആയിരുന്നു എടുത്തത്. അപ്പം ദിസ് ക്ലാസ് വിൽ ഹാൻഡിൽ കോഗ്നിറ്റിവിസം കേട്ടോ. ആ സിലബസ് കാണിക്കണോ? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആ ELT-യിലുള്ള ആദ്യത്തെ ഒരു സംവെയർ ഇൻ ദ മിഡിലാണോ ഉള്ളത് ഈ എന്താണ് സ്കൂൾസ് ഓഫ് ഇതുള്ളത്, സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ഉള്ളത്. ELT-യുടെ പോർഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. സിലബസ് കാണിക്കണ്ടല്ലോ, ഞാൻ സിലബസ് എടുത്ത് വെച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് എനിക്ക് നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടെ എടുത്ത് ഒരു ക്ലാസ് കൂടെ പെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ ഒരാഴ്ച ഞാൻ ക്ലാസ് എടുത്തില്ലായിരുന്നു നിങ്ങൾക്ക്. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ദെൻ ദാറ്റ് ഓൾസോ ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പം ഞാൻ ദാറ്റ് ഓൾസോ ഐ കോമ്പൻസേറ്റ് കേട്ടോ, ഡോണ്ട് വറി. പിന്നെ നിങ്ങളുടേത് കുറച്ച് പാസീവായിട്ടാണ് പോകുന്നത് എനിക്കറിയാം. പക്ഷേ നിങ്ങളും HSAൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് HSST-യിൽ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. ബട്ട് ദെൻ ഞങ്ങളും അവർക്ക് എക്സാം ഉടനെ ആയതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് ഫോക്കസ് കുറച്ച് കൂടുതൽ അവർക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം, നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു HSAക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ വാട്ട് വിൽ ഡു ഇസ് നമ്മുടെ ആ മോക്ക് ടെസ്റ്റ് സീരീസ് വിൽ ഓപ്പൺ ഫോർ യു ഓൾസോ. ഇതിൽ കുറച്ച് ആരൊക്കെയോ പേ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ദെൻ നിങ്ങൾക്കത് ഞങ്ങൾ റീഫണ്ട് ചെയ്യാം. യു ടേക്ക് ദിസ് മോക്ക് ടെസ്റ്റ് കേട്ടോ. എല്ലാവരും HSAക്ക് പ്രിപ്പയർ ചെയ്യുന്ന HSST ബാച്ചിലുള്ള എല്ലാവരും യു ഓൾസോ ടേക്ക് ദിസ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ തൽക്കാലം HSST കുറച്ച് പാസീവായിട്ട് കൊണ്ടുപോയാൽ മതി. ആ HSA ഒന്ന് കഴിയട്ടെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജൂൺ വരെ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാം. ഓക്കെ. മീൻവൈൽ നമ്മൾ HSAക്ക് പഠിച്ച ഇതിനകത്തും കൂടെ വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ആൻഡ് ദാറ്റ് വിൽ കീപ്പ് എലോങ് കേട്ടോ. യെസ്. അപ്പം കോഗ്നിറ്റിവിസ് നമ്മൾ ലാസ്റ്റ് ബിഹേവിയർസ് ആയിരുന്നു പഠിച്ചത്. നമ്മളത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ യൂട്യൂബിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കോഗ്നിറ്റിവിസം ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കോഗ്നിറ്റിവിസം പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. വേറെ ഭയങ്കര ആന സംഭവമൊന്നുമില്ല. ആ വേർഡ് പറയുന്ന പോലെ കോഗ്നിറ്റീവ്, സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ഇന്നർ പ്രോസസ്സസ്. നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പം കോഗ്നിറ്റിവിസ്റ്റ് തിയറിസ്റ്റുകൾ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെയും പിന്നെ അതിനകത്തുള്ള നമ്മുടെ തിങ്കിങ് പ്രോസസ്സുകളെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ലേണിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് കോഗ്നിറ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല എന്താ കോഗ്നിറ്റിവിസം എന്നുള്ളൊരു സാധനം. So these cognitivist theorists, they took into account the human mind and the complex process of the mind such as thinking, problem solving, memory. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തത്. അതേസമയം ബിഹേവിയറിസ്റ്റ് ആണെങ്കിൽ അവർ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് കണക്കിലെടുത്തത്. അവർ ലേണിങ്ങിനെ കണ്ടത് ആസ് ഒരു ഹാബിറ്റ് ഫോർമേഷനായിട്ടാണ് ബിഹേവിയറിസ്റ്റ് കണ്ടത്. അതേസമയം കോഗ്നിറ്റിവിസ്റ്റുകൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ മെൻ്റൽ പ്രോസസ്സസ്, നമ്മുടെ ചിന്ത, ആ രീതിയിലാണ് അവരുടെ ഒരു ഇത്. അപ്പം എപ്പോഴും ലേണിംഗ് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും ബോത്ത് ഓഫ് ദം ഷുഡ് ബി സെൻറ്റേർഡ് അറൗണ്ട് ദ ചൈൽഡ്സ് മെൻ്റൽ പ്രോസസ്സ്. പുറമേയുള്ള ബിഹേവിയറിലല്ല കോഗ്നിറ്റിവിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ദേ ഫോക്കസ്ഡ് ഓൺ ദ മെൻ്റൽ പ്രോസസ്സസ്. ഓക്കെ. ഇനി അതിനകത്ത് വരുന്ന നമ്മൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് വരുന്ന സാധനങ്ങളാണ് റെപ്പറ്റീഷൻ, organizing new language, summarizing meaning, guessing meaning from the context, using imagery for memorization. ഇങ്ങനെ ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ആസ്പെക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് ഒരു കോഗ്നിറ്റിവിസ്റ്റ് സ്കൂളിൽ ബിലീവ് ചെയ്യുന്ന ടീച്ചർ എപ്പോഴും ക്ലാസ് റൂമിൽ ഇത് ചെയ്യാം. ബട്ട് ഐഡിയലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഐഡിയൽ ടീച്ചർ ഷുഡ് ഇൻക്ലൂഡ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് വേണം, കോഗ്നിറ്റിവിസ്റ്റ് അപ്രോച്ച് വേണം. എല്ലാ അപ്രോച്ചസും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നൊരു ടീച്ചറാണ് ശരിക്കും ഐഡിയലി ആ ക്ലാസ് റൂമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇനി എന്താണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ കോഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്, ആദ്യം ചൈൽഡ് എന്ത് ചെയ്യും? സെൻസ് ചെയ്യും. സെൻസേഷനാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അത് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റിമുലയെ വരുമ്പോൾ നമ്മളതിനെ നമ്മൾ സെൻസസ് ഉപയോഗിച്ച് സെൻസ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യുന്ന ആ പ്രോസസ്സാണ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഷോസ് ഹൗ ദ സ്റ്റിമുലൈ ഡിറൈവ് ഫ്രം ദ എക്സ്റ്റേണൽ സ്റ്റിമുലൈ is registered in sensory system before it is being sent to the coming process. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം സെൻസ് ചെയ്യുകയാണ്.
ദെൻ കംസ് പെർസെപ്ഷൻ. നമ്മുടെ പെർസീവ് ചെയ്യാന്ന് പറയില്ലേ, പെർസെപ്ഷൻ ആണ് രണ്ടാമത്തത്. വിച്ച് ഈസ് നമ്മൾ സെൻസ് ചെയ്ത സംഭവത്തിന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും മേക്ക് സെൻസ് ഓഫ് വാട്ട് വി ഹാവ് ഓൾറെഡി സെൻസ്ഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മൾ നമ്മുടെ സെൻസസിലൂടെ നമുക്ക് കിട്ടിയ മെസ്സേജിനെ നമ്മൾ പെർസീവ് ചെയ്തെടുക്കും, നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നു. അതാണ് ആ പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസീവിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, അറ്റൻഷൻ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൊഗ്നിറ്റീവ് വേ ഓഫ് ലേണിങ്ങിൽ അറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. So that stresses in the concentrating to one thing that is of utmost importance than any other thing. അറ്റൻഷൻ ഉണ്ടെങ്കിലേ ബാക്കി ഈ സ്റ്റെപ്പുകളൊക്കെ നടക്കുള്ളൂ. പിന്നെ വരുന്നത് ഈ പെർസീവ് ചെയ്ത സാധനം അല്ലെങ്കിൽ ഈ ഇൻ്റർപ്രിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം എൻകോഡ് ചെയ്യുന്നതാണ്. എൻകോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സ്കീമാസ് ആയിട്ടാണ്, ഓരോരോ സെറ്റ്സ് ആയിട്ടാണ്. അതായത് നമ്മുടെ മാത്തമെറ്റിക്കൽ സ്കീമ നമുക്കുണ്ട്, ദെൻ നമ്മുടെ ലിംഗ്വിസ്റ്റിക് സ്കീമ ഉണ്ട്, അങ്ങനെ പല സ്കീമാസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ഈ പെർസീവ് ചെയ്ത ഇൻഫർമേഷനെ നമ്മൾ എൻകോഡ് ചെയ്യും, നമ്മൾ ഓരോ സ്കീമാസിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കും. അതിനാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. സോ വി എൻകോഡ് ദ വാട്ട് എവർ ഇൻഫർമേഷൻ വി റിസീവ് ബൈ ഓർഗനൈസിങ് ആൻഡ് നമ്മൾ അതിന് സ്കീമാസായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് മെമ്മറി. അത് നമ്മൾ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത സ്കീമകളെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മൈൻഡിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ളൊരു സാധനമാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എബിലിറ്റി ടു കീപ്പ് ആൻഡ് റീറ്റെയിൻ ഇൻഫർമേഷൻ ഇൻ അവർ മൈൻഡ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് തിയറിസ്റ്റുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ തിയറി കൊണ്ടുള്ള എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. ദീസ് ആർ ഓൾ വെരി സിമ്പിൾ തിങ്സ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബി എഡിന് എല്ലാവരും പഠിച്ചതുമാണ്. ഓക്കെ, അപ്പം പിയാഷെൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ പുള്ളി ബേസിക്കലി പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനകത്ത് നടക്കുന്ന പ്രോസസ്സുകളുടെ ഡെവലപ്മെൻറ്റ് എപ്പോഴും നടക്കുന്നത് ഈ 4 ഫണ്ടമെൻ്റൽ സ്റ്റേജസിൽ കൂടെയാണ്. അപ്പം മാത്രമല്ല പുള്ളി പറയുന്നത് ഇത് 4 ആ സ്റ്റേജസ്: സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം പുള്ളി പറയുന്നത് ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ലേണറിന് ഒരിക്കലും നെക്സ്റ്റ് സ്റ്റേജിൽ എത്താൻ പറ്റില്ല. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് കഴിഞ്ഞിട്ട് ചാടി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്താൻ പറ്റില്ല. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അങ്ങനെ ഓരോരോ സ്റ്റേജസിൽ കൂടെ കൃത്യമായി ആ ലേണർ കടന്നു പോയാൽ മാത്രമാണ് പ്രോപ്പർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ മാത്രമേ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുള്ളൂ എന്നാണ് പിയാഷെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഏജസ് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയുള്ള ബേസിക് സാധനങ്ങൾ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലേക്ക് അവർ മാറുമ്പോൾ ദേ വിൽ ഗിവ് യു എന്താണ് ഒരു അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിനെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. എന്നിട്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബേസിക്കലി അത് മനസ്സിലാക്കി വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനൊട്ടും അത്ര ടഫൊന്നും ആയിരിക്കുകയില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. ദിസ് ടേബിൾ നിങ്ങൾ പിന്നെ വായിച്ച് നോക്കിയാൽ മതി. ഈ ഓരോ സ്റ്റേജസിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ തിരിച്ചു പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പം സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 2 years ഓൾഡിലാണ്. ആ ഇൻഫൻറ്റ് പീരീഡിലുള്ളതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം സെൻസറി മോട്ടോർ സ്റ്റേജ് ആ പേര് പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് അവർ സെൻസസും മോട്ടോറും. സെൻസറി മോട്ടോർ, സെൻസസ് ആൻഡ് ദ മോട്ടോർ. അപ്പം ഇത് രണ്ടും ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പം യു ഹാവ് ടു വിഷ്വലൈസ് ആൻ ഇൻഫൻറ്റ്. ഒരു ഇൻഫൻറ്റ് എന്തൊക്കെ ചെയ്യും, ആ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് ഇറ്റ്. അപ്പം ഇതിനകത്ത് മോസ്റ്റ്ലി കുട്ടി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത് സെൻസസിലൂടെയും മോട്ടോർ ആക്ടിവിറ്റിയിലും കൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത്. ഇനി കുട്ടികൾ എന്താ 0 to 2 years ഉള്ള ഇൻഫൻസ് മോസ്റ്റ്ലി എന്താ ചെയ്യുന്നത്, സക്ക് ചെയ്യും, ഗ്രാസ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത്തരം റിഫ്ലെക്സീവ് ആക്ടിവിറ്റീസ് കുട്ടി ചെയ്യും. അതേപോലെ തന്നെ ദ ചൈൽഡ് ഒബ്സർവ്സ്, ദ ചൈൽഡ് ഇമിറ്റേറ്റ്സ്. ആൻഡ് ഈ തോട്ടും മെമ്മറിയും എല്ലാം ഭയങ്കര ഗ്രാജുവലായിട്ടും സിസ്റ്റമാറ്റിക്കുമായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഏജിലെ കുട്ടികളിൽ ലാംഗ്വേജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ പിയാഷെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇവരുടെ ഉള്ളിലുള്ള പ്രോസസ്സസ് നടക്കുന്നത്. അപ്പം സെൻസറി മോട്ടോർ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ഇല്ല. ദേ ഒബ്സർവ് ആൻഡ് ദേ ഇമിറ്റേറ്റ്. ലാംഗ്വേജ് അവർ ഭയങ്കര ഗ്രാജുവലി ആണ് പിക്കപ്പ് ചെയ്യുന്നത്. ആൻഡ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഒരു പിക്കിംഗ് അപ്പ് ഓഫ് ലാംഗ്വേജ്
നടക്കുന്നത്. അപ്പം the children learn to recognize objects and understand that objects have their separate permanent existence. അപ്പം ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നതും സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അതായത് ഇപ്പം നമ്മൾ ഇപ്പം തൊട്ടിൽ കിടന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിന് നമ്മളൊരു എന്താണ് ഒരു റാറ്റിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോയ് കൊടുക്കുന്നു. അപ്പം വൺസ് ദ ടോയ് ഈസ് റിമൂവ്ഡ്, കുട്ടിക്ക് പിന്നെ ആ ടോയ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതിന് ഗ്രാജുവലി ദ ചൈൽഡ് ഡെവലപ്സ് ദിസ് ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് ഈ ഒരു ടോയ് ഇല്ലെങ്കിലും ദ ചൈൽഡ് നോസ് ദാറ്റ് ഇറ്റ് സംവെയർ എൽസ്, എവിടെയോ ഉണ്ട് ആ സാധനം, നമ്മുടെ കാഴ്ചയിൽ കാണുന്നില്ലെങ്കിലും അത് എവിടെയോ ഉണ്ട് എന്നുള്ള സാധനം ദ ചൈൽഡ് നോസ്. അതാണ് ആ ഒരു ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മൾ ഇപ്പം തൊട്ടിൽ അല്ലെങ്കിൽ ഒരു ബെഡിൽ കിടക്കുന്ന ഇൻഫൻ്റ് ആണെങ്കിൽ ഇനീഷ്യലി ആ റാറ്റിൽ ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വിചാരം റാറ്റിൽ ഇല്ല, ഈ ലോകത്ത് തന്നെ റാറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ബട്ട് ദെൻ ലേറ്റർ നമ്മൾ ഒരു റാറ്റിലിനെ ഹൈഡ് ചെയ്ത് വെച്ചാൽ ദ ചൈൽഡ് വിൽ ബിഗിൻ ടു ലുക്ക് ഫോർ ദ റാറ്റിൽ. അപ്പോൾ ആ ഒരു എന്താണ് കുട്ടിക്ക് അറിയാം, ഈവൻ ദോ എൻ്റെ കണ്ണിന് മുന്നിലില്ലെങ്കിലും ദാറ്റ് റാറ്റിൽ ഇസ് സംവെയർ ഇൻ ദ വേൾഡ് എന്നുള്ള. അല്ലെങ്കിൽ ഇപ്പം അമ്മ 0 to 2 years അല്ലേ സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പം അമ്മ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ റൂമിലില്ലെങ്കിലും ഷീ സംവെയർ ദെയർ ഇൻ ദ ഹൗസ് എന്നുള്ളൊരു സാധനം ദ ചൈൽഡ് നോസ്. അപ്പം അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. So as infants grow older, they learn that even if an object is not in front of them, it still exists. ഇതിനെയാണ് പിയാഷെ കോൾസ് ഒബ്ജക്റ്റ് പെർമനൻസ്. അപ്പം ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. അതായത് കണ്ണിന് മുന്നിലില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ദെയർ എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അത് പോകും. പക്ഷേ ഗ്രാജുവലി വി നോ ദാറ്റ് ഇറ്റ്സ് ദെയർ. ഓക്കെ, ഇനി അടുത്തതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസ് ഫ്രം 2 to 7 years old. ഓക്കെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അവർ ഈ തോട്ട്സിനെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതേസമയം നമ്മുടെ സെൻസറി മോട്ടോർ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ തോട്ട് വളരെ ലിമിറ്റഡ് ആണ്. അവരുടെ ഡെവലപ്മെൻറ്റ് മുഴുവൻ നടക്കുന്നത് സെൻസസിലൂടെയും മോട്ടോർ ആക്ടിവിറ്റീസിലും കൂടെയാണ്. പക്ഷേ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുമ്പം ദ ബിഗിൻ ടു തിങ്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോസസ്സിങ് നടക്കും മെൻ്റലി. ഓക്കെ, പക്ഷേ ഒരു വലിയ ആൾ പ്രോസസ്സ് ചെയ്യുന്ന പോലത്തെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ഒന്നും വെച്ചുള്ള സാധനമൊന്നുമല്ല. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിങ് ഈ ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിയർ വൊക്കാബുലറി എക്സ്പാൻസ് ആൻഡ് ഡെവലപ്സ് ഡ്യൂറിങ് ദിസ് ടൈം ബിക്കോസ് ദേ ചേഞ്ച് ദിയർ വർക്കിംഗ് സ്റ്റൈൽ ആൻഡ് ഹാബിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് ലിറ്റിൽ അഡൽട്ട്സ്. 2 to 7 yearsലുള്ള പിള്ളേരെ മൈൻഡിൽ വെച്ചിട്ട് ആലോചിച്ചാൽ മതി, അവർ ഒരു മിനിയേച്ചർ അഡൾട്ടാണ് അല്ലേ. സോ അപ്പോൾ ഈ ഏജിനെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ പ്രീ ഓപ്പറേഷണൽ, അപ്പം ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സൊന്നും നടക്കില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് നടന്നു തുടങ്ങിയിട്ടുമുണ്ട്. അതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇറ്റ്സ് ഫ്രം 2 to 7 years old. ഓക്കെ, അപ്പം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജസ് ഫ്രം 2 to 4. ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം 4 to 7. അപ്പം ഈ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ഇപ്പം ഈ 2 to 7 yearsലുള്ള കുട്ടികൾ അവർ ഒരു സിമിലർ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സിനോടും അവർ ഒരേപോലെ ആയിരിക്കും അവരുടെ റിയാക്ഷൻ. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി മ്യാവ് മ്യാവ് എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന എല്ലാം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂച്ചയാണ്. 4 കാലുള്ള ദറ്റ് ഫറി ആയിട്ടുള്ള ചെറിയ ആ ഒരു ആനിമൽ ഇസ് പൂച്ച. അപ്പം അതേ ഇതിലുള്ള ഒരു ചെറിയ സൈസ് കുറവുള്ള പട്ടീനെ കണ്ടാലും പൂച്ച എന്ത് പറയും? മ്യാവ് മ്യാവ് എന്ന് പറയും. കുട്ടി എന്ത് പറയും? മ്യാവ് മ്യാവ് എന്ന് പറയും. ബിക്കോസ് ആ കുട്ടിക്ക് സിമിലർ ഇതിലുള്ള എല്ലാ സാധനത്തോടും കുട്ടിയുടെ റിയാക്ഷൻ ഇസ് ദ സെയിം. അപ്പം അതാണ് പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് ദാറ്റ് ഈസ് ഫ്രം 4 to 7. ആ സ്റ്റേജ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ആൻഡ് ദിയർ വൊക്കാബുലറി എക്സ്പാൻസ് ആൻഡ് ഡെവലപ്സ് ഡ്യൂറിങ് ദിസ് ടൈം ബിക്കോസ് ദേ ചേഞ്ച് ദിയർ വർക്കിംഗ് സ്റ്റൈൽ. അതൊരിക്കലും റെപ്പറ്റീഷനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളുടെ മെയിൻ നോട്ട്സിനകത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്താണ്. ഇത് കുറച്ച് അൺഎഡിറ്റഡ് ആയിട്ടുള്ള നോട്ടാണ്. പിന്നെ ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള ചില ഫീച്ചേഴ്സാണ്. അപ്പം ഒന്നെന്ന് വെച്ചാൽ ഈഗോ സെൻട്രിസമാണ്. ഈഗോ സെൻട്രിസം എന്ന് വെച്ചാൽ അവരുടെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അവരെ വെച്ചിട്ടാണ് അവർ ബാക്കി എല്ലാത്തിനും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നത്
എന്നെ പോലെ തന്നെയാണ് ബാക്കി എല്ലാവരും എന്നാണ്. അതായത് ദേ ആർ സെൻറ്റേർഡ് അറൗണ്ട് ദംസെൽസ്. ഓക്കെ, അതാണ് ഈഗോ സെൻട്രിസം. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം അമ്മ കരയാണ്. അമ്മ കരയുന്നത് കുട്ടി കാണുന്നു. അപ്പം കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ടോയൊക്കെ കൊടുത്തിട്ട് അമ്മ ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കും. വൈ? ബിക്കോസ് കുട്ടി വിചാരിക്കുന്നത് ഓക്കെ, എനിക്ക് ആ ടോയ് കിട്ടുമ്പം ഐ ഫീൽ ഹാപ്പി. The same way everyone will feel happy if they get this particular toy, but they don't realize that others don't work in the same way as the child's mind do. അപ്പം ആ ഒരു റിയലൈസേഷൻ കുട്ടിക്കില്ല. അപ്പം അതാണ് ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ. സോ ദ ചിൽഡ്രൻ focus on their perspective and feel that they are correct. They also believe that others also share the same perspective because they think that's the only perspective which exists. അപ്പം അതാണ് ഈഗോ സെൻട്രിസം. ഈഗോ സെൻട്രിസം വലുതായ അഡൾട്ടുകളിൽ നമ്മൾ കാണാറുണ്ട്. അതായത് അവരുടെ ആസ്പെക്റ്റ് മാത്രമാണ്, എല്ലാവരും അവരെ പോലെയാണ് എന്ന് വിചാരിക്കുന്ന സാധനം. അപ്പം സോ ദിസ് ഇസ് യൂഷ്വലി ഇൻ ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കേട്ടോ. പിന്നെ ഡീസെൻറ്ററിങ്, ഗ്രാജുവലി അവർ മനസ്സിലാക്കും ദർ ആർ മെനി പെർസ്പെക്റ്റീവ്സ്, എല്ലാവരും എന്നെ പോലെയല്ല, ആൻഡ് ഐ ആം നോട്ട് ദ സെൻറ്റർ ഓഫ് എവറിത്തിങ്, ഐ എം ജസ്റ്റ് എ പാർട്ട് ഓഫ് ദ വേൾഡ് എന്നുള്ളത് അവർ മനസ്സിലാക്കും. ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ഓക്കെ, ഇനി അടുത്ത്, ഞാൻ സ്പീഡ് കൂടുതലാണോ ഹൃദ്യ, ജിസ്ന? ഓക്കെ, ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ആനിമിസം ആണ്. ആനിമിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ബൈ വിച്ച് ചിൽഡ്രൻ ബിലീവ് ദാറ്റ് ഓൾ ഓബ്ജക്ട്സ് ഓർ തിങ്സ് ആർ ലിവിങ് ആൻഡ് ഹാസ് സം കോൺഷ്യസ്നെസ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ എന്താ വെച്ചാൽ ആനിമിസം, ഇപ്പം കൊച്ച് എവിടെയെങ്കിലും തട്ടി വീഴുവാണ്. അപ്പം അമ്മ എന്ത് പറയും? ഇപ്പോൾ ടേബിളിൽ തട്ടി വീഴാണ്. അപ്പം ടേബിളിന് അടി കൊടുത്തിട്ട് പറയും എൻ്റെ കുഞ്ഞിനെ വീഴിച്ചോ എന്ന് ചോദിച്ചിട്ട് അടി കൊടുക്കും. ദ ചൈൽഡ് ഇസ് ഹാപ്പി. എന്തുകൊണ്ടാണ്? ദ ചൈൽഡ് ബിലീവ്സ് ദാറ്റ് ദ ടേബിൾ ഓൾസോ ഹാസ് സം ലൈഫ്, എല്ലാം ലിവിങ് ആണെന്ന് വിചാരിക്കുന്നത്. അതാണ് ആനിമിസം. ഓക്കെ. പിന്നെ സെമിയോട്ടിക് ഫങ്ഷൻ ഓർ സിംബലിസം, വേർ ചിൽഡ്രൻ ഓൾസോ ഡെവലപ്പ് ദ എബിലിറ്റി ടു യൂസ് സിംബൽസ്, ലാംഗ്വേജ്, പിക്ചേഴ്സ്, സൈൻസ്, ജസ്റ്റേഴ്സ് ടു റെപ്രസെൻറ്റ് ആക്ഷൻസ് ഓർ ഒബ്ജക്ട്സ് മെൻ്റലി. ഇപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിംബൽ വെച്ചിട്ട് കുട്ടിക്ക് മൈൻഡിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സിംബലിസം അല്ലെങ്കിൽ സെമിയോട്ടിക് ഫങ്ഷൻ. അതായത് സയൻസ് യൂസ് ചെയ്ത് കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്ന ആ പ്രായമാണ്, ആ ഒരു ഫീച്ചറാണ് സെമിയോട്ടിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് മോറൽ റിയലിസം. മോറൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഈ റൂൾസിൽ കുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് മോറൽ റിയലിസം. ഇപ്പം എക്സാമ്പിൾ എന്താ പറയുക? ഓക്കെ ഇപ്പം ഒരു 4 ഗ്ലാസ് പൊട്ടിച്ചു, ഒരു 3 ഗ്ലാസ് അല്ലെങ്കിൽ ഓക്കെ പോട്ടെ 2 ഗ്ലാസ് കുട്ടി പൊട്ടിച്ചു. അപ്പം വേറൊരു കുട്ടി 4 ഗ്ലാസ് പൊട്ടിച്ചു. ദെൻ ദ ചൈൽഡ് തിങ്സ് ഓക്കെ 2 ഗ്ലാസ് പൊട്ടിച്ചതിന് ഐ ഗെറ്റ് 1 അടി. ഓക്കെ, ദെൻ ദ പേഴ്സൺ ഹു ബ്രേക്സ് 4 ഗ്ലാസസ് ഷുഡ് ഗെറ്റ് 4 അടി. ബിക്കോസ് അപ്പം കുട്ടി അങ്ങനെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ലെവൽ ചെയ്യും പണിഷ്മെൻറ്റ്സിനെയും റൂൾസിനെയും ഒക്കെ. ആ ഒരു രീതിയിൽ കാണുന്നതാണ് മോറൽ റിയലിസം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഐഡിയാസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആർ ഗവേൺഡ് ബൈ ദ പീപ്പിൾ അറൗണ്ട് ദം. They generally focus on one aspect at a time and they cannot think of any other possible situation. അപ്പം this moral realism makes them believe and respect rules and authority. അതാണ് മോറൽ റിയലിസം എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഈ പ്രായത്തിലാണ് കാണുന്നത്. അതായത് മറ്റുള്ളവർ പറയുന്ന ആ ഒരു റൂൾസിനെയും റെഗുലേഷനെയും അനുസരിക്കുക, ആ റൂൾസിനനുസരിച്ച് ബിഹേവ് ചെയ്യുക, ആ ഒരു സാധനമാണ് മോറൽ റിയലിസം. ഓക്കെ, നൗ ചിൽഡ്രൻ ആർ നോട്ട് എക്വിപ്ഡ് ഫോർ സർട്ടൻ ഫങ്ഷൻസ് അറ്റ് ദിസ് ഏജ്. ആൻഡ് ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് റിവേഴ്സിബിൾ തിങ്കിങ് പറ്റില്ല. അതായത് ഒരു കാര്യം നടന്ന സ്റ്റെപ്പ് അതേപോലെ തിരിച്ചാലോചിച്ചെടുക്കാൻ കുട്ടിക്ക് പറ്റില്ല. പിന്നെ കോൺസർവേഷൻ്റെ കോൺസെപ്റ്റും കുട്ടിക്ക് ഉണ്ടാവില്ല. കോൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരേ വോളിയമുള്ള 2 ഗ്ലാസ്, പക്ഷേ ഷേപ്പ് ഡിഫറെൻ്റ് ആണ്. ഒരു ഗ്ലാസ് വളരെ നീളത്തിലാണ്, ഒരു ഗ്ലാസ് പക്ഷേ വോളിയം കൂടിയിട്ട് കുറച്ച് പരന്നിട്ടുള്ള ഗ്ലാസ്സാണ്. ഓക്കെ, അപ്പം നമ്മൾ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ജ്യൂസ് 2 ഗ്ലാസ്സിലും ഒഴിച്ചിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കുഞ്ഞെന്ത് ചെയ്യും? ഈ നീളമുള്ള ഗ്ലാസ് എടുക്കും. ബിക്കോസ് ചൈൽഡ് തിങ്സ് ദാറ്റ് ഇതിനകത്താണ് കൂടുതൽ ജ്യൂസ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പം കുഞ്ഞിന് ആ ഒരു കോൺസർവേഷൻ്റെ കോൺസെപ്റ്റ് ഇല്ല. അതായത് ഒരേ സാധനം തന്നെയാണ് രണ്ടിലും ഉള്ളത്, ഒരേ വോളിയമാണ് എന്നുള്ളൊരു ഐഡിയ കുട്ടിക്കില്ല. അതാണ് കോൺസർവേഷൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇങ്ങനെ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പ്രീ കോൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താണ് ഒരേ സിമിലർ ഒബ്ജക്ട്സിനോടെല്ലാം ഒരേ രീതിയിൽ റിയാക്ട് ചെയ്യുന്നതാണ് പ്രീ കോൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് തന്നെ വരുന്നൊരു കാര്യമാണ് ഈ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ
വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് കുട്ടി ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വെക്കുന്നതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. അതിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അത് ഈ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിൽ വരുന്നതാണ്. അതായത് ഇപ്പം കുഞ്ഞ് പറയുകയാണ്, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങിന് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ കുഞ്ഞ് പറയുകയാണ്, ഓക്കെ ഉച്ച ആയില്ല. അപ്പം നമ്മൾ ചോദിക്കുക എന്താ ഉച്ച ആവാത്തതെന്ന് ചോദിക്കുമ്പോൾ ദ ചൈൽഡ് സേസ് ഞാൻ ഉറങ്ങിയില്ലല്ലോ, ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടല്ലേ ഉച്ചയാവുന്നത്, അപ്പം ഞാനിന്ന് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഉച്ച ആയിട്ടില്ല. ഈവനിങ്ങിൽ കുട്ടി പറയുകയാണ്. അപ്പം കുട്ടി ഉറങ്ങുന്നത് ഉച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബട്ട് ദ ചൈൽഡ് ബിൽഡ്സ് എ കണക്ഷൻ ഓഫ് ഹിസ് ഓൺ ഫോർ അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞ് തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ബിലീവ് ചെയ്യുന്നതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അതും ഈ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിലാണ് ഉള്ളത്, വിച്ച് ഇസ് ഫ്രം 2 to 4 കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഞാനത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം, അതർവൈസ് നിങ്ങൾ തന്നെ ഒന്ന് അത് നോട്ട് ചെയ്ത് വെക്കണേ. ദിസ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ഉള്ളത് പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിലാണ്. ഓക്കെ, ഇനി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രം 7 to 11 years old, 7, 8, 9, 10, 11 ഈ ഒരു 5 years ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സും സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ദ ചൈൽഡ് ക്യാൻ ഡു മെൻ്റൽ ഓപ്പറേഷൻസ്. അതായത് ഈ നമ്മൾ ഈ 7 to 11 years ഓൾഡിൽ നമ്മൾ മിക്കവാറും ക്ലാസ് റൂംസിൽ പഠിപ്പിക്കുക കുട്ടിക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് കൂടുതലും ദേ ക്യാൻ വർക്ക് ഓൺ തിങ്സ് വിച്ച് ദേ ക്യാൻ സീ, ഫീൽ, അങ്ങനത്തെ ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. ദേ ഗ്രാജുവലി ഡെവലപ്പ് ദാറ്റ്, ബട്ട് ഇനീഷ്യലി അത് കുറവായിരിക്കും. ഓക്കെ, സോ ദേ ക്യാൻ ഡു ഓപ്പറേഷൻസ് ഓൺ കോൺക്രീറ്റ് ഓബ്ജക്ട്സ് ആൻഡ് സിറ്റുവേഷൻസ്. ഹൗവർ they'll find it hard to solve abstract problems and they have difficulty with words like assume that relate to mental conjuncture. അപ്പോൾ അവർക്കൊരു കാണാൻ പറ്റാത്ത ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി സമയമെടുക്കും. അതിപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ആലോചിച്ചാൽ, നമ്മൾ ക്ലാസ് റൂംസിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുമ്പോൾ, അഡീഷൻ പഠിപ്പിക്കുന്നതൊക്കെ ഫസ്റ്റ് വി ടേക്ക് 2 things in hand ആൻഡ് അതായത് ഒരു ആപ്പിൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വി ആഡ് 1 more apple ആൻഡ് ടെൽ ദം ഓക്കെ നൗ ഹൗ മെനി ആപ്പിൾസ്, ദേ ടെൽ 2 apples, ബിക്കോസ് അവർക്ക് കോൺക്രീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം നമ്മൾ കുട്ടികളെ ഒരു ഗ്രേഡ് 3 ഉള്ള കുട്ടികളെ, 8-9 വയസ്സുള്ള കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുമ്പം അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് ആബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. 2 times 3 is 6. അപ്പോൾ അവർക്കൊരു ലിങ്ക് കിട്ടുന്നില്ല. ഓക്കെ 2 times 3. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു പെയർ ഓഫ് ആപ്പിൾ എടുക്കുന്നു, വീണ്ടും ഒരു പെയർ ആപ്പിൾ എടുക്കുന്നു, വീണ്ടും ഒരു പെയർ ആപ്പിൾ എടുക്കുന്നു. സോ ടോട്ടൽ 3 pairs ഓഫ് ആപ്പിൾസ് എടുത്തിട്ട് ചോദിക്കുന്നു ഹൗ മെനി. സോ ദെൻ ദ ചൈൽഡ് ഈസിലി സേസ് 6. അപ്പം അവർക്ക് ആ ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സാധനം പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സാധനം വന്നിട്ടില്ല. ദാറ്റ് കംസ് ഓൺലി ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പം 7 to 11 yearsൽ എപ്പോഴും അവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സിനെയും സിറ്റുവേഷൻസിനെയും വെച്ചിട്ടാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, they can do logical thinking if they are allowed to manipulate objects. By comparison, however, it is seen that thoughts can be manipulated and the presence of the object is not necessary for the thought to take place in the formal operational stage. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പം അവർക്ക് ആ സാധനം ഇല്ലെങ്കിലും they can imagine in their mind ഒരു ആബ്സ്ട്രാക്ട് സാധനം വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ദാറ്റ്സ് ദെയർ. അതേപോലെ ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനം കാണിച്ചു കഴിഞ്ഞാൽ they can do logical thinking. പക്ഷേ ആബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു ഐഡിയ നമ്മൾ പറഞ്ഞിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലെ അവസ്ഥ. ഗ്രാജുവലി ഡെവലപ്സ് ഇൻ ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വിച്ച് ഇസ് ഫ്രം 11 years to adulthood. ഓക്കെ, so they start thinking more like mature persons and rarely believe in animism and egocentrism. അപ്പം ഈ ഒരു സ്റ്റേജ് വരുമ്പം പഴയതുപോലെ അല്ല, അവർക്കറിയാം ഓക്കെ ഞാൻ വീണു, ടേബിളിൽ തട്ടി വീണു, പക്ഷേ ടേബിളിന് അടിക്കുന്നത് ഇറ്റ്സ് നോട്ട് അത്രയ്ക്ക് കാര്യമൊന്നുമില്ല, ഇറ്റ്സ് വെരി ഫണ്ണി, ടേബിളിന് ലൈഫൊന്നും ഇല്ല എന്നുള്ളത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആകുമ്പോൾ മനസ്സിലാവും. പക്ഷേ ചെറിയ പ്രായത്തിലാണെങ്കിൽ ടേബിളിന് വഴക്ക് പറയുമ്പം ദ ചൈൽഡ് ഇസ് വെരി ഹാപ്പി ബിക്കോസ് ദ ചൈൽഡ് ബിലീവ്സ് ദാറ്റ് ദ ടേബിൾ ഹാസ് സം ലൈഫ്. അവർ ആനിമിസത്തിൽ ആ സമയത്ത് ആനിമിസം ഉള്ളൊരു സ്റ്റേജാണ്. ബട്ട് ദെൻ വെൻ ദ ചൈൽഡ് കംസ് ടു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആ ആനിമിസം ഇല്ല, ഈഗോസെൻട്രിസവും ഇല്ല. അമ്മ കരയുമ്പോൾ ഒരിക്കലും 7 to 11 years ഉള്ളൊരു കുട്ടി ഒരിക്കലും ടോയ് എടുത്ത് കൊടുക്കില്ല. ഇൻസ്റ്റെഡ് ദ ചൈൽഡ് ആസ്ക് അമ്മ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കും അല്ലേ. സോ ദ ചൈൽഡ് നോസ് ദാറ്റ് അതർ പേഴ്സൺസ് ഡോണ്ട് വർക്ക് ലൈക്ക് മീ, എന്നെപ്പോലെ അല്ല എല്ലാവരും ഉള്ളത്, എവ്രി വൺ ആർ ഡിഫറെൻറ്റ് എന്നുള്ളതും എന്നെ ചുറ്റിപ്പറ്റി അല്ല എല്ലാവരും നിൽക്കുന്നതെന്നുള്ളതും ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ്. അപ്പം ഈ രണ്ട് സാധനവും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ മാറും.
So children learn many things in this stage concerning conservation, such as classification, grouping objects into categories, seriation, arranging of objects in sequential order according to one aspect such as size, weight, volume, etc. അപ്പം നമ്മൾ ഈ പ്രായത്തിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആലോചിച്ചാൽ മതി. 7 to 11 years old, which is from first standard, second standard, third standard, fourth standard. ഈ 4 ക്ലാസ്സിലെയും ആക്ടിവിറ്റീസ് ആലോചിച്ചാൽ മതി. നമ്മൾ ക്ലാസ് റൂമിൽ എങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത്? ഒരേപോലെ ഉള്ളതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും, പിന്നെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയും, പിന്നെ ഏതെങ്കിലും ഒരു എന്താണ് ഹൈറ്റിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറയും, വെയ്റ്റിന് ഹെവി ആയിട്ടുള്ളത് ആദ്യം ഏറ്റവും ലൈറ്റർ വൺ, പിന്നെ ഹെവിയർ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറയും. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവർക്ക് ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, വിച്ച് ഇസ് ഫ്രം 11 years to adulthood. ഓക്കെ, ഇനി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ children become capable of abstract thinking and they can understand the combination and coordination of numbers and variables. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് കോൺക്രീറ്റ് ആയിട്ട് കാണണമെന്നില്ല, അങ്ങനെ കണ്ടില്ലെങ്കിലും ആബ്സ്ട്രാക്റ്റ് ഐഡിയാസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ ദേ ആർ ഏബിൾ ടു ഡു ദാറ്റ്. ഇനി ഫോർമൽ ഓപ്പറേഷണൽ തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പീരീഡിലാണ്, വിച്ച് ഇസ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻഡ് ചിൽഡ്രൻ മൂവ് എഹെഡ് ഫ്രം കോൺക്രീറ്റ് ടു ആബ്സ്ട്രാക്റ്റ്. They develop a logical system intelligence and try to incorporate all possible solutions while working on a problem. അപ്പം ഈ സമയത്താണ് അവരൊരു ഒരു പ്രോബ്ലം കാണുമ്പം അത് എന്തൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എന്നിട്ട് അതിനെ ബേസ് ചെയ്തൊരു ഹൈപ്പോത്തസിസ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് സൊല്യൂഷൻ കാണുക. ഇതൊക്കെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് നടക്കുന്നത്. ആൻഡ് ദേ ഓൾസോ ലേൺ ടു കോർഡിനേറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. അപ്പം പല ഫാക്ടേഴ്സിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനും അതിനുമൊക്കെ ഉള്ള സ്കില്ല് ഈ ഒരു പ്രായത്തിലാണ് ഉണ്ടാവുന്നത്. പിന്നെ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞ കാര്യമാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അതിനെ അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ആലോചിക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു ഹൈപ്പോത്തസിസ് എത്തുക, എന്നിട്ട് അതിൽ നിന്നൊരു സൊല്യൂഷൻ കാണുക. അപ്പം ഈ ഒരു ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ഓൾസോ ഹാപ്പൻസ് ഇൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, വിച്ച് ഇസ് ഫ്രം 11 years to ഫർദർ. അപ്പം ഇതാണ് ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊരു ഈസിലി ഓർത്ത് വയ്ക്കാൻ വേണ്ടി. സെൻസറി മോട്ടോർ സ്റ്റേജ് ഇസ് ഫ്രം ഇൻഫൻസി, ബർത്ത് ടു 2 years ആണ്. മറ്റേ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പം 2 to 7. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പം 7 to 11. ഫോർമൽ ഓപ്പറേഷണൽ ഇസ് ഫ്രം അഡോളസെൻ്റ് ഏജ് ടു അഡൾട്ട്ഹുഡ്. HSA ലെവലിലുള്ള ക്വസ്റ്റ്യൻസിനാണെങ്കിൽ ഈവൻ ഈ ഏജ് പോലും ചോദിച്ചിട്ട് ദേ ക്യാൻ ആസ്ക് യു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദേ ക്യാൻ ഗിവ് യു എ മാച്ച് ദ ഫോളോയിങ്. 4 സ്റ്റേജസിൻ്റെ പേര് ഒരു സൈഡ് തരിക, ഏജസ് മറ്റേ സൈഡ് തരിക. അങ്ങനെയൊക്കെ HSAക്ക് ആണെങ്കിൽ ചോദിക്കാം. ബട്ട് ദെൻ HSSTക്ക് അത്രയും അതും ചോദിക്കാം, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കാമല്ലോ. ബട്ട് ദെൻ യു ക്യാൻ എക്സ്പെക്ട് ഈവൻ കുറച്ചും കൂടെ ഒരു ഡീപ്പർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞത് തന്നെയാണ് ഇൻഫൻസിയിൽ ഇറ്റ് ഇൻവോൾവ് സെൻസറി ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ ദ സറൗണ്ടിങ്സ്. ഇത് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോ സ്റ്റേജിൻ്റെയും ഫീച്ചേഴ്സ് ഈ ഒരു ഫ്രേസ് കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ അതെല്ലാം ഓർമ്മയിലേക്ക് കൊണ്ടുവരുത്താൻ പറ്റും. സെൻസറി മോട്ടോർ സ്റ്റേജ്, സെൻസസും മോട്ടോറും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫേസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. എന്താണ് ദാറ്റ് ഇൻവോൾവ് സെൻസറി ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ ദ സറൗണ്ടിങ്സ്. പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതൊരു ടോഡ്ലർ ഏജ് ആണ്, വിച്ച് ഇസ് ഫ്രം 2 to 7 years. Children learn by using symbols, language, pictures, signs, gestures to represent actions or objects. പിന്നെ വരുന്നത് പിന്നെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള ഫീച്ചേഴ്സും അതൊക്കെ ഓർത്ത് വയ്ക്കണം. മാനിമിസം, ഈഗോ സെൻട്രിസം, ആ സാധനം എല്ലാം. പിന്നെ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള രണ്ട് സബ് സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത്. പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജും ഉണ്ട്, ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് സ്റ്റേജും ഉണ്ട്. പ്രീ കോൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത് ഫ്രം 2 to 4, മറ്റത് 4 to 7, ഏത് ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസ് ഫ്രം 7 to 11 years. അപ്പം അവർക്ക് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ച് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അവിടെ ആബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, വിച്ച് ഇസ് ഫ്രം അഡോളസെൻ്റ് ടു അഡൾട്ട്ഹുഡ്. ഓക്കെ, ഇനി പിയാഷെയുടെ തന്നെ കുറച്ച് ടേംസ് ആണ്. ആ ടേംസ് എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സ്കീമ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ കാറ്റഗറീസാണ്, നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മെൻറ്റൽ സിസ്റ്റമാണ് സ്കീമ എന്ന് പറയുന്നത്. സോ ദിസ് ഡിസ്ക്രൈബ്സ് ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് ആക്ഷൻസ് ഇൻവോൾവ് ഇൻ
both the physical and maybe mental actions involved in understanding and knowing. We have a system for organizing information in our mind, and we do organize information and experiences in our mental system under different categories. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു മാത്തമെറ്റിക്കൽ സ്കീമ ഉണ്ട്, ഒരു ലിംഗ്വിസ്റ്റിക് സ്കീമ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിനൊരു പ്രത്യേക സ്കീമ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് സ്കീമാസ് നമ്മുടെ മൈൻഡിനകത്തുണ്ട്. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അതാണ് സ്കീമ. ഇനി അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൗ വി അഡ്ജസ്റ്റ് വിത്ത് ദ എൻവയോൺമെൻറ്റ്, അതിനാണ് അഡാപ്റ്റിംഗ്. അഡാപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസ്റ്റിംഗ്. സോ അഡാപ്റ്റേഷന് 2 സബ് പ്രോസസ്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ലോജിക്കലി കാര്യങ്ങൾ ഇത് ചെയ്യുന്നതെന്നനുസരിച്ച് 2 സ്റ്റേജസ് ഉണ്ട്. അസിമുലേഷനും ഉണ്ട്, അക്കോമഡേഷനും ഉണ്ട്. അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ. എന്നിട്ട് നമ്മളൊരു പുതിയ കാര്യം കേൾക്കുന്നു, എന്നിട്ട് അത് നമ്മുടെ ഓൾറെഡി ഉള്ള സ്കീമയ്ക്കകത്തോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഫിറ്റിൻ ചെയ്ത് വെക്കും. എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾറെഡി ഉള്ള സ്കീമയ്ക്കകത്തോട്ട് നമ്മൾ ഈ പുതിയ ഇൻഫർമേഷന് ഫിറ്റിൻ ചെയ്ത് വെക്കുന്നതാണ് അസിമുലേഷൻ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയതായിട്ട് കിട്ടുന്ന ഇൻഫർമേഷന് നമ്മൾ ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉള്ള സ്കീമയെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നതും അതിനെയാണ് അക്കോമഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ഓർ ഓൾട്ടറിങ് എക്സിസ്റ്റിംഗ് സ്കീമ ഫോർ ദ ലൈറ്റ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. ഒരു പുതിയ ഇൻഫർമേഷൻ അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നമുക്ക് ഓൾറെഡി ഉള്ള സ്കീമേനെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നതാണ് അക്കോമഡേഷൻ. സംടൈംസ് വി സീ ദാറ്റ് എക്സിസ്റ്റിംഗ് സ്കീമ ഡസ് നോട്ട് സപ്പോർട്ട് ന്യൂ ഇൻഫർമേഷൻ. ഇൻ സച്ച് എ സിറ്റുവേഷൻ വി ജനറലി ഡു 2 things. ഫസ്റ്റ്ലി വി ഓൾട്ടർ ദിസ് എക്സിസ്റ്റിംഗ് സ്കീമ. സെക്കൻഡ്ലി നമ്മൾ അങ്ങനെ ഓൾട്ടർ ചെയ്താലും നടക്കാത്തൊരു സ്റ്റേജിലാണെങ്കിൽ വി ക്രിയേറ്റ് എ ന്യൂ സ്കീമ. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് അക്കോമഡേഷൻ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് 4 കാലുള്ളത് ഡോഗാണ് എന്നുള്ളത് ഒരു കുട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 legged ആയിട്ടുള്ള ഏത് ആനിമലിനെ കണ്ടാലും ഓക്കെ, ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഓക്കെ ഡോഗ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നു. അപ്പോൾ എന്താണ്, കുട്ടി ഒരു ഹോഴ്സിനെ കാണുക, ഒരു കുതിരയെ കാണുകയാണ്. ദ ചൈൽഡ് സീസ് ദിസ് 4 legged ആനിമൽ, ദെൻ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് എന്തൊക്കെയോ ചില വ്യത്യാസമുണ്ട്. അതിന് സൗണ്ട് ബൗ എന്നല്ല, നെയ്നെന്നാണ് ഹോഴ്സിൻ്റെ സൗണ്ട് ഇസ് ഡിഫറെൻറ്റ്. അപ്പം ഓക്കെ ചൈൽഡ് മനസ്സിലാക്കുന്നു, ഓക്കെ ഈ 4 legged ആയിട്ടുള്ളത് ഡോഗ് മാത്രമല്ല കുതിരയും ഉണ്ട്. സം 4 legged ക്രീച്ചേഴ്സ് ആർ ഹോഴ്സസ് ആസ് വെൽ. അപ്പം ചൈൽഡ് എന്ത് ചെയ്യും, ഡോഗ് എന്നുള്ളൊരു സ്കീമയുടെ കൂടെ തന്നെ എന്ത് ചെയ്യും, ചൈൽഡ് വേറൊരു സ്കീമയും കൂടെ ഉണ്ടാക്കും, വേറൊരു സിസ്റ്റം കൂടെ ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കും. അതാണ് അക്കോമഡേറ്റ്. കുട്ടി ഈ ഒരു ഐഡിയനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് വെക്കും. അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബാലൻസ്. നമ്മുടെ പഴയ ചിന്തയും പുതിയ ചിന്തയും നമ്മളൊരു ബാലൻസ് വരുന്നതാണ് ഇക്വിലിബ്രേഷൻ. ഫൈൻ ബാലൻസ് ബിറ്റ്വീൻ അവർ ഓൾഡ് ആൻഡ് ന്യൂ തോട്ട്സ്. അതാണ് ഇക്വിലിബ്രേഷൻ. It's an ongoing process through which a child tries to create a balance between assimilation and accommodation. അതിനാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുതിയ ഒരു കാര്യത്തെ എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് ടേക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ഓൾറെഡി ഉള്ള സ്കീമേനെ ഓൾട്ടർ ചെയ്യുന്നതും ഈ 2 പ്രോസസ്സും തമ്മിലൊരു ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നതാണ് ഇക്വിലിബ്രേഷൻ. നമ്മളെല്ലാവരും ഇപ്പോഴും നമ്മൾ അണ്ടർഗോ ചെയ്യുന്നതാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് പിയാഷേൻ്റെ ഇതിനകത്ത് ഉള്ളത്. നമുക്ക് വേഗം ഒന്നും കൂടെ ഒന്ന് നോക്കാം, ഒരു 2 minutes എടുത്തിട്ട്. കോഗ്നിറ്റിവിസം എന്താണെന്ന് അറിയണം. കോഗ്നിറ്റിവിസം സിമ്പിളാണ്. നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമാണ് കോഗ്നിറ്റിവിസം. എന്നിട്ട് അതിനകത്ത് ഒരു 5 steps ഇൻ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് സെൻസേഷൻ, പെർസെപ്ഷൻ, അറ്റൻഷൻ, എൻകോഡിങ്, മെമ്മറി. സിമ്പിളാണ്. പിന്നെ പിന്നെ ഞാനൊരു ഇതിനൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്, സി ടെറ്റിനൊക്കെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് തന്നിട്ട് ആസ് എ ടീച്ചർ ഹു ബിലീവ്സ് ഇൻ കോഗ്നിറ്റീവ് അപ്രോച്ച് നിങ്ങൾ ഏത് ആക്ടിവിറ്റി ആയിരിക്കും ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ആക്ടിവിറ്റി നോക്കിയിട്ട് ഇത് ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ആണോ, ആ രീതിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. സോ ബേസിക്കലി ഇത് ഭയങ്കര സിമ്പിളാണ്. കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഉറപ്പായിട്ടും കറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ പിയാഷേൻ്റെ തിയറി,
പിയാഷയുടെ തിയറി വേറൊന്നുമില്ല, ഈ 4 സ്റ്റേജിൽ കൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ആവുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് ഇടയിലൊരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യം സെൻസറി, പിന്നെ പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ, അങ്ങനെ ഇത് 1 by 1 തന്നെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഓരോ സ്റ്റേജസിലും എന്തൊക്കെയാണോ ഉള്ളത് നിങ്ങളിത് വായിച്ചു നോക്കണേ. ഇത് ഇപ്പോൾ വായിക്കണോ? അല്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് സിമ്പിളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ ഒന്ന് കണ്ടൻസ് ചെയ്ത് കുറച്ചുകൂടെ ക്രിസ്പായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഏജിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ, അത് സിമ്പിളാണ്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പിന്നെ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ്, ഒബ്ജക്റ്റ് പെർമനൻസ് എന്താണെന്ന് ഓർക്കണം. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജിലാണെന്ന് ഓർക്കണം. പിന്നെ പ്രീ ഓപ്പറേഷണൽ, അതായത് നമ്മുടെ കോൺക്രീറ്റ് ഓപ്പറേഷനിൽ തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. അപ്പം മൈൻഡിനെ ഒന്ന് റെഡിയാക്കി വെക്കുന്നതാണ് ലോജിക്കൽ തോട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, വിച്ച് ഇസ് ഫ്രം 2 to 7. പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ കേട്ടോ. അപ്പം ഇത്രയാണ്. പിന്നെ ഓരോ ടേംസും എന്തൊക്കെയാണെന്നുള്ളത് ഓർക്കണം. ഇതിനകത്തൊക്കെ ചോദിക്കാം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പല പ്രോസസ്സുകൾ തന്നിട്ട് ഇതിനകത്ത് അക്കോമഡേഷൻ ഏതാണ് എന്ന് ചോദിക്കാം. ഒരു എക്സാമ്പിളായിട്ട് തന്നെ അവർ 4 എക്സാമ്പിൾസ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ കുതിരയുടെ കാര്യം, മറ്റേ ഒരു 4-legged ക്രീച്ചറിനെ കാണുന്നു, അപ്പം ചൈൽഡ് മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ തന്നെ എക്സാമ്പിൾസ് തന്നിട്ട് ദേ ക്യാൻ ആസ്ക് യു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കണം. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ ഇറ്റ് ഓൾസോ കേട്ടോ. ഇനി അടുത്തത് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ്. വൈഗോട്സ്കിയുടെ ഈ തിയറിയും ശരിക്കും പറഞ്ഞാൽ കൈൻഡ് ഓഫ് കോഗ്നിറ്റീവ് തിയറി ആണ്. വൈഗോട്സ്കി പറയുന്നത് സംഭവം സിമ്പിളാണ്. സോഷ്യോ കൾച്ചറൽ തിയറി ആ ഫ്രേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത് എപ്പോഴും നമ്മളെക്കാളും കുറച്ചും കൂടെ മോർ നോളജബിളായ ഒരാളിൻ്റെ അടുത്തു നിന്നുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്, അല്ലെങ്കിൽ അവർ ഈ 2 പേരും തമ്മിലുള്ള ഒരു കോഓപ്പറേറ്റീവ് പ്രോസസ്സിലൂടെയാണ് ലേണിംഗ് ഹാപ്പൻ ആവുന്നതെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതായത് ലേണിംഗ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പം വൈഗോട്സ്കി ഒരു റഷ്യൻ തിയറിസ്റ്റാണ്. സോ പറയുന്നത് ഇത്രയാണ്: ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രോസസ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് എ മോർ നോളജബിൾ പേഴ്സൺ ഓഫ് എ സൊസൈറ്റി. ഓക്കെ, അപ്പം അതാണ് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് പറയുന്നത്. ഇതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, ഇത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ മോണ്ടിസറി സിസ്റ്റം ഉണ്ടല്ലോ. മോണ്ടിസറി സിസ്റ്റത്തിൽ എപ്പോഴും LKG UKG സെപ്പറേറ്റ് ആയിട്ടല്ല അവരിരുത്തുക. LKGയിലുള്ള കുട്ടികളും UKGയിലുള്ള കുട്ടികളും പ്ലേ ക്ലാസ്സിലുള്ള കുട്ടികളും എല്ലാം ഒന്നിച്ചൊരു ഹാളിലായിരിക്കും മോണ്ടിസറി ക്ലാസ് റൂമിൽ ഇരിക്കുക. അതുകൊണ്ട് അവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ആ ചൈൽഡ് ഹൂ ഇസ് ഇൻ ദ പ്ലേ ക്ലാസ് സീക്സ് അല്ലെങ്കിൽ സീസ് വാട്ട് ദ അതർ പേഴ്സൺ, വാട്ട് ദ എൽഡർ പേഴ്സൺ ഇസ് ഡൂയിങ്. ദ യങ്ങർ ചൈൽഡ് സീക്സ് ഹെൽപ്പ് ഫ്രം ദ എൽഡർ ചൈൽഡ്. എന്നിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ടീച്ചർ എപ്പോഴും മാറിയിരുന്നിട്ട് ഇങ്ങനെ എല്ലാ കുട്ടികളെയും ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു നല്ല രസമാണ് മോണ്ടിസറി ക്ലാസ് റൂം പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ. അത് എപ്പോഴെങ്കിലും ഇഫ് യു ഗെറ്റ് എ ചാൻസ് ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് ഇൻ എ മോണ്ടിസറി ക്ലാസ് റൂം കേട്ടോ. ടീച്ചർ ഇങ്ങനെ വായിട്ടലയ്ക്കുക അങ്ങനെ പരിപാടികളൊന്നുമില്ല. ടീച്ചർ ഒരു കോർണറിൽ ഇരിക്കുന്നുണ്ടാവും. കുട്ടികളെല്ലാവരും ദേ വർക്ക് ഓൺ ദെയർ ഓൺ. ഈ ഈ ക്ലാസ് റൂം സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷെൽഫിൽ കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവും. ദ ചൈൽഡ് ക്യാൻ ഡിസൈഡ് വാട്ട് ദേ വോണ്ട് ടു ഡു. അവർ എന്താണ് ഇന്ന് ചെയ്യുന്നതെന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കും. ഓക്കെ, ഞാൻ ഇന്ന് പിങ്ക് ടവറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മറ്റേ പസിലാണ് ചെയ്യുന്നത്. ചൈൽഡ് തന്നെ പോകുന്നു, അത് എടുക്കുന്നു, കൊണ്ടുവരുന്നു, ഇരിക്കുന്നു, ചെയ്യുന്നു. അപ്പം ഒരു യങ്ങർ ചൈൽഡ് he observes the elder one doing this thing. The younger child goes to the elder child, asks that person what you are doing and listens to him, understands, അവരുടെ ഹെൽപ്പ് എടുക്കുന്നു. അപ്പം അത് ഒരു സോഷ്യോ കൾച്ചറൽ തിയറി ബേസ് ചെയ്തിട്ടുള്ളൊരു ഐഡിയ ആണ് ആ ഒരു സാധനം. ഓക്കെ, അപ്പം നോളജ് ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ത്രൂ എ co-constructed process in which interaction and negotiations happen among members to understand and solve the problem. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനും സോൾവ് ചെയ്യാനും എപ്പോഴും ഇൻട്രാക്ഷനിലൂടെയും നമ്മളെക്കാളും കുറച്ചും കൂടി നോളജബിളായ ഒരു പേഴ്സൻ്റെ ഹെൽപ്പോട് കൂടിയുമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ആവുന്നത്. ഓക്കെ, higher order functions and thinking process are developed with the help of parents, peers and other members of the society. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇനി ഇന്റർ സൈക്കോളജിക്കൽ ആൻഡ് ഇൻട്രാ സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസ് ആർ 2 processes
through which a child's development can happen. അപ്പം രണ്ട് പ്രോസസ്സ് ഉണ്ട് നമ്മളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന്. വൺ ഇസ് ഇൻ്റർ സൈക്കോളജിക്കൽ, ദ അതർ ഇസ് ഇൻട്രാ സൈക്കോളജിക്കൽ. ഇൻ്റർ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ഫാമിലി അല്ലെങ്കിൽ ബിറ്റ്വീൻ പീപ്പിൾ. നമ്മൾ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഇൻട്രാ സൈക്കോളജിക്കൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് വിത്ത് അവർ ഓൺ സെൽഫ്. അതെന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്പീച്ചാണ്. അതായത് നമ്മളുടെ ഐഡിയാസ് നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, നമ്മളോട് തന്നെ പറയുന്നു, നമ്മൾ പ്രൈവറ്റ് സ്പീച്ചിൽ ഇൻവോൾവ് ആവുന്നു, ദെൻ വി ഫിക്സ് അപ്പ് തിങ്സ്. അതാണ് ഇൻട്രാ സൈക്കോളജിക്കൽ ഇതെന്ന് പറഞ്ഞാൽ. അപ്പം ഇൻ്റർ സൈക്കോളജിക്കൽ ടു ഇൻട്രാ സൈക്കോളജിക്കൽ തോട്ട് പ്രോസസ്സ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാജ്വലി വരുന്നതാണ്. എന്തായാലും ആദ്യമുള്ളത് ഇൻ്റർ സൈക്കോളജിക്കലാണ്, പിന്നീടാണ് അത് ഇൻട്രാ സൈക്കോളജിക്കലിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം ലേൺ ചെയ്യുന്നത് ഈസ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അനദർ പേഴ്സൺ, വിത്ത് അനദർ ലേണഡ് അല്ലെങ്കിൽ മോർ നോളജബിൾ പേഴ്സൺ. അപ്പം അത് ഇൻ്റർ സൈക്കോളജിക്കൽ. ഇൻട്രാ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് തന്നെ വരുന്നു. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. വി ഹാവ് എ സ്പീച്ച് വിത്ത് അവർ ഓൺ സെൽഫ്, വി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് അവർ സെൽഫ്സ്. നമ്മൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മളോട് തന്നെ. ആൻഡ് ഗ്രാജ്വലി വി ഡെവലപ്പ് അവർ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പം അതാണ്. And all higher functions originate as actual relationship between individuals before they progress to become part of interaction with our own self. ഇപ്പം പറഞ്ഞ കാര്യമാണ്, നമ്മൾ ആദ്യം എപ്പോഴും നടക്കുന്നത് ഇൻ്റർ സൈക്കോളജിക്കലാണ്, പിന്നീടേ അത് ഇൻട്രാ സൈക്കോളജിക്കലിലേക്ക് വരുന്നുള്ളൂ. ഡോണ്ട് കൺഫ്യൂസ് ദിസ്. നിങ്ങൾക്ക് ചിലപ്പം തോന്നും അല്ലല്ലോ ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ചിട്ടാണല്ലോ വേറൊരാളോട് സംസാരിക്കുന്നത് എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വേറൊരാളോട് സംസാരിച്ച് അവരോടുള്ള ഇൻട്രാക്ഷനിലൂടെ ഒരു ഹയർ ഓർഡർ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ദെൻ വി ടോക്ക് ടു അവർ സെൽസ് റിഗാർഡിങ് വാട്ട് എവർ വി ഹാവ് ഇംബൈൻഡ്, എന്നിട്ട് നമ്മൾ അതൊന്ന് സ്ട്രക്ചർ ചെയ്ത് വെക്കുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പം ആദ്യം ഇൻ്റർ സൈക്കോളജിക്കൽ, ദെൻ ഇൻട്രാ സൈക്കോളജിക്കൽ. കേട്ടോ? ഇനി നമ്മുടെ വൈഗോട്സ്കിയുടെ ഒരു ഐഡിയ ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ്, ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചു തരാം. അതാണ് കുറച്ചും കൂടി ഈസി മനസ്സിലാക്കാൻ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഈ ഒരു സർക്കിളുണ്ട്, സ്റ്റുഡൻറ്റ് വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പം ഇത്രയുമാണ് ചൈൽഡിന് തനിച്ച് ആവാൻ പറ്റുന്നത്. അതായത് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ദിസ് ഇസ് ദ മാക്സിമം ഡെവലപ്മെൻറ്റ് ലെവൽ ഫോർ ദ ചൈൽഡ് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഹെൽപ്പ്. അപ്പം എന്നിട്ട് ഇത്രയും കൂടെ പക്ഷേ ദ ലേണറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ലേണഡ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് വേണം. എന്നാലാണ് ഇവിടെ എത്താൻ പറ്റുക. അപ്പം ഇതാണ് മാക്സിമം ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് അയാൾക്ക് ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് അൺറീച്ചബിൾ ഫോർ ദ സ്റ്റുഡൻറ്റ്. എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു സ്കാഫോൾഡിങ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ലെവലിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. അപ്പം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ലെവൽ as determined by independent problem solving and the level of potential development as determined through problem solving under adult guidance or in collaboration with more capable peers. Zone of proximal development എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുന്നതും അയാൾക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പോട് കൂടി എത്താൻ പറ്റുന്ന ലെവലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ദിസ് ഗ്രേ ഏരിയ ഈസ് കോൾഡ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, so that includes knowledge and skills that a person cannot yet understand or perform on their own yet, but അയാൾക്ക് എന്താണ്, he is capable of learning it with guidance. അപ്പം ഒറ്റയ്ക്ക് അയാൾക്ക് ഇത്ര വരെ എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു അപ്പർ സർക്കിൾ വരെ എത്താൻ പറ്റും വിത്ത് ഗൈഡൻസ്. ഓക്കെ, ഇറ്റ്സ് എ ഫേസ് ഓർ ഏരിയ ഓഫ് ഡെവലപ്മെൻറ്റ് where a child can master the task if appropriate help is provided. So when a student is an ZPD for a particular task, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് വിൽ ഹെൽപ്പ്. അപ്പം ആ ഒരു ലേണർ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ടീച്ചർ സ്കഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദ ചൈൽഡ് ഈസ് ഏബിൾ, അല്ലെങ്കിൽ ദ ചൈൽഡ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു റീച്ച് ദിസ് മച്ച്. ഓക്കെ, അപ്പം ഈ വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് വുഡാണ് ഇൻ 1976. പിന്നെ ഇത് പക്ഷേ ബ്രൂണറിൻ്റെ ഐഡിയ ആണ് കേട്ടോ. സ്കഫോൾഡിങ് എന്ന് പറയുന്നത് ജെറോം ബ്രൂണറിൻ്റെ ഐഡിയ ആണ്. അതിലേക്ക് നമ്മൾ ഇനി വരും. അപ്പം സ്കാഫോൾഡിങ് എന്ന് പറയുന്നത് അതാണ്, ആ ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ലേണഡ് ആയിട്ടുള്ള ഒരു മോർ നോളജബിൾ പേഴ്സൺ ഓഫർ ചെയ്യുന്ന സപ്പോർട്ടിനാണ് സ്കാഫോൾഡിങ് എന്ന് പറയുക. നിങ്ങൾ ഈ ബിൽഡിങ്സിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ
എന്താണ് ഈ വർക്കേഴ്സിന് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്സിൻ്റെ പുറത്ത് ഇങ്ങനെ കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ ആളുകൾക്ക് കയറി പോകാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സാധനത്തിനാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ലിറ്ററലി അതാണ് സ്കഫോൾഡിങ്. Now, first used by Wood in 1976, those elements of the task that are initially beyond the learner's capacity, thus permitting him to concentrate upon and complete only those elements that are within his range of competence. Okay? അപ്പം ഇനീഷ്യലി അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലേണർ അതിനകത്ത് ഫോക്കസ് ചെയ്യും. എന്നിട്ട് മാക്സിമം ആ ഒരു പൊട്ടൻഷ്യലിൽ എത്തുമ്പം എന്ത് ചെയ്യും, നമ്മളൊരു സ്കാഫോൾഡിങ് കൊടുത്താൽ ദ ചൈൽഡ് ക്യാൻ ഇംപ്രൂവ് ആൻഡ് റീച്ച് മോർ ലെവൽസ്. ഓക്കെ, the scaffolding can be removed once the child masters the task and is able to complete the task on his own her own. അപ്പോൾ നമുക്ക് ഗ്രാജുവലി ഒരു സപ്പോർട്ട് മാറ്റി കൊടുക്കാം. ഈ സ്കാഫോൾഡിങ് നമുക്ക് മെല്ലെ മാറ്റാം. എപ്പോൾ അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ചെയ്യാനുള്ള ലെവലാകുമ്പോഴേക്കും വി ക്യാൻ ഗ്രാജുവലി റിമൂവ് ദി സ്കാഫോൾഡിങ്. സോ ദിസ് സപ്പോർട്ട്സ് ഫോർ ലേണിംഗ് ആൻഡ് പ്രോബ്ലംസ് സോൾവിങ്. അതായത് നമ്മളിപ്പം സ്കഫോൾഡിങ് എന്ന് പറയുന്നത് എന്തും ആവാം. നമ്മൾ ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ എൻകറേജ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലത്തിനെ തന്നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓക്കെ ഫസ്റ്റ് നീ ഇത് ചെയ്യുക, അതായത് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ഗൈഡൻസ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ക്ലൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ റിമൈൻഡർ. അപ്പോൾ ഇതെന്തും സ്കഫോൾഡിങ് ആണ് കേട്ടോ. Which of the following is an example for a scaffolding എന്ന് പറഞ്ഞ് ചോദിക്കാം. So you should know that it's any kind of support that a more knowledgeable person offers to the learner to reach the maximum level of development. കേട്ടോ, അപ്പം it can be any kind of support. ഓക്കെ, അപ്പം അതാണ് സ്കഫോൾഡിങ്. ഇനി വൈഗോട്സ്കിയുടെ കുറച്ച് ടേംസ് ഉണ്ട്. അസിസ്റ്റഡ് ലേണിംഗ് എന്നൊക്കെ സിമ്പിളാണ് കേട്ടോ. അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ it takes place when we provide strategic help at the beginning of a work and slowly we remove that help as learner gains independence. അപ്പം അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വിത്ത് അസിസ്റ്റൻസ്. അപ്പം വേറൊരാൾ സപ്പോർട്ടോടുകൂടി പഠിക്കുന്നു. അപ്പം ആ ഒരു എന്താ നോക്കൂ, ഈ ഒരു ലെവലിൽ നിന്ന് ഈ കാണുന്നില്ല, നിങ്ങൾക്ക് കേഴ്സർ കാണാൻ പറ്റുന്നില്ലേ മൂവ് ചെയ്യുന്നത്? അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് നമ്മളൊരു അസിസ്റ്റൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഗ്രേ ഏരിയയിലൊക്കെ ZPDക്ക് അകത്തൊക്കെ എപ്പോഴും എന്ത് ലേണിംഗ് ആയിരിക്കും നടക്കുന്നത്? അസിസ്റ്റന്റ് ലേണിംഗ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ provides all appropriate material to the learners before they start solving any problem. അപ്പം വേണ്ട മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ലേണർ ബിഗിൻസ് ടു സോൾവ് എനി പർട്ടിക്കുലർ പ്രോബ്ലം. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എപ്പോഴും എങ്ങനെയാണ് നടക്കുന്നത്? ഇൻട്രാക്ഷൻസിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഈ സോഷ്യോ കൾച്ചറൽ തിയറിയും ഭാഷാ പഠനവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. So, viewed language as man's greatest tool, a means for communicating with the outside world, language develops from social interactions to personalized talks. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇൻഫൻറ്റ് തന്നെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നത് ഇറ്റ്സ് ത്രൂ ഇൻട്രാക്ഷൻസ് വിത്ത് ദ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ വിത്ത് ദ സൊസൈറ്റി. പിന്നീടാണത് പേഴ്സണലൈസ്ഡ് ടോക്കിലേക്ക് വരുന്നത്. സോ ലാംഗ്വേജ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പം ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ ജനറേഷൻ ടു അനദർ ഒക്കെ എന്താണ് ഈ ഭാഷാ പഠനത്തിൻ്റെ ഫീച്ചേഴ്സ് ആണല്ലോ. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ഓഫ് ഇൻ്റലക്ച്വൽ അഡാപ്റ്റേഷൻ. ഇനി 3 തരം സ്പീച്ചുണ്ട്. ഇത് പല സ്ഥലത്തും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സീറ്ററ്റിന് സെറ്റിന് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ടൈപ്സ് ഓഫ് സ്പീച്ച് വൈഗോട്സ്കിയുടെ ഐഡിയ ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതിൽ താഴെ പറയുന്നത് ഏതാണ് വൈഗോട്സ്കി ഡിവൈസ് ചെയ്യാത്തതെന്നുള്ളത്. വൈഗോട്സ്കി പറഞ്ഞത് സോഷ്യൽ സ്പീച്ചും പ്രൈവറ്റ് സ്പീച്ചും ഇന്നർ സ്പീച്ചിനെ കുറിച്ചാണ്. എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു സ്പീച്ച് അവർ ചുമ്മാ കുക്കപ്പ് ചെയ്തിട്ട് തരും. അപ്പം അതല്ല, വൈഗോട്സ്കിയുടേത് 3 ടൈപ്സ് ഓഫ് സ്പീച്ചാണ്: സോഷ്യൽ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, ഇന്നർ സ്പീച്ച്. ഇതിന് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാവരും HSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ, ഈ ഒരു സൈക്കോളജിക്കൽ ബേസ് ഓഫ് ലേണിങ്ങിനകത്ത് നിന്ന് ഡെഫിനറ്റ് ആയിട്ടും യു വിൽ ഗെറ്റ് 1 or 2 ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിനകത്തുനിന്ന് നിങ്ങൾക്ക് HSCക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യത ഉള്ളൊരു ഏരിയ ആണ് ഇത്. 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോളുക, നെവർ ഫൊർഗെറ്റ് കേട്ടോ. അതേപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമി കേട്ടോ, അത് ഞാൻ HSCക്കാരോട് പറഞ്ഞാണ്. ഇനി സോഷ്യൽ സ്പീച്ച് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രേസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ടാവും. സോഷ്യൽ സ്പീച്ച് എന്ന് വെച്ചാൽ ഇറ്റ്സ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ടോക്കിംഗ് ടു അതേഴ്സ്.
മറ്റുള്ളവരോടുള്ള സംഭാഷണമാണ് സോഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒബ്സർവ്ഡ് വെൻ ചിൽഡ്രൻ ടോക്ക് ടു അതർ പേഴ്സൺസ് അബൌട്ട് ഓൾമോസ്റ്റ് എവറിത്തിങ്. എല്ലാ കാര്യത്തെക്കുറിച്ചും കുട്ടികൾ ആദ്യം എന്ത് ചെയ്യും, സോഷ്യൽ സ്പീച്ച് ഉണ്ട്. പിന്നെ പ്രൈവറ്റ് സ്പീച്ച്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് വെച്ചാൽ സെൽഫ് ടോക്കിംഗ് ആണ്. ചിൽഡ്രൻ സെൽഫ് ടോക്ക്, they direct their thinking and action. Children talk to themselves. നമ്മൾ ചെറിയ പിള്ളേരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, അവർ കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര അബ്നോർമൽ ആണല്ലോ, എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. പക്ഷേ നോ, ഇറ്റ്സ് എ വെരി നോർമൽ ആക്ടിവിറ്റി. പ്രൈവറ്റ് സ്പീച്ച് വേണം, എന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുള്ളൂ. പിന്നെ ഇന്നർ സ്പീച്ച്. ഗ്രാജുവലി നമ്മൾ ഈ പ്രൈവറ്റ് സ്പീച്ച് എന്താവും, സൈലൻ്റ് ആവും, നമ്മൾ ഇൻറ്റേർണലൈസ്ഡ് ആവും. ഈ നമ്മൾ പുറമേ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയുന്ന private speech, it gradually becomes inner speech. These verbalizations become internalized and they become silent inner speech. Yeah. Here children talk to themselves but without verbalization. നമ്മൾ ഇപ്പോഴും ഇന്നർ സ്പീച്ച് നടത്തുന്നില്ലേ, നമ്മളത് പുറമേ പറയുന്നില്ല, അത് വെർബലൈസ് ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഗ്രാജുവലി അത് ഇന്നർ സ്പീച്ചായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി കുറച്ച് പോയിന്റ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് ആർ സെപ്പറേറ്റ് സിസ്റ്റംസ് അൺടിൽ ഏജ് 3. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് മറ്റേ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ മെല്ലെയാണ് ഏജ് 3 കഴിയുമ്പോഴേക്കാണ് എന്ത് വരുന്നത്, ഈ ലാംഗ്വേജും തോട്ടും ഒന്നാവുന്നത് പിന്നീടാണ്. അതായത് ചിന്തിക്കണമെങ്കിൽ ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് വേണമെങ്കിൽ ചിന്തയും വേണം, സംസാരിക്കണമെങ്കിൽ ചിന്തയും വേണം. ആ ഒരു രീതിയിൽ ഇറ്റ് ബിക്കംസ് അസോസിയേറ്റഡ് ആൻഡ് ലാംഗ്വേജ് ബിക്കംസ് ഡിപ്പെൻഡൻറ്റ് ഓൺ തോട്ട്, തോട്ട് ബിക്കംസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ലാംഗ്വേജ്. സോ ആസ് എ ചൈൽഡ് ഗ്രോസ് ഓൾഡ്, കളക്റ്റീവ് മോണലോഗ്സ്, അത് പിയാഷയുടെ ടേമാണ്, വിച്ച് ഇസ് നത്തിങ്. നമ്മൾ നടത്തുന്ന ആ ഒരു മോണലോഗ്സിൻ്റെ കളക്റ്റീവ് മോണലോഗ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഇന്നർ സ്പീച്ച്. അതായത് ഈ പ്രൈവറ്റ് സ്പീച്ച് പിന്നീട് ഇന്നർ സ്പീച്ചായി മാറുന്നു എന്നുള്ളതാണ്. ദിസ് ഇൻറ്റേർണലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വേറെ വേർഡിങ്സിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വൈഗോട്സ്കി വാസ് ദ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ടു ഡോക്യുമെൻറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈവറ്റ് സ്പീച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രൈവറ്റ് സ്പീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്നും അധികം കണ്ട് ശീലമില്ലാത്തവർക്ക് തോന്നും, എന്താ ഈ കൊച്ചു കളിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് നോർമൽ ആണല്ലോ. പക്ഷേ അബ്നോർമൽ അല്ല, ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോസസ്. ഓക്കെ, he considered private speech as a transition point between social and inner speech. ആദ്യം കുട്ടി സൊസൈറ്റിയോട് ഇൻട്രാക്ട് ചെയ്യുന്നു, then gradually it becomes private speech, then it becomes inner speech. The moment in development where language and thought unite to constitute verbal thinking. Okay, ഇനി pragmatics of language meta ഇത് we'll take in the next class. Okay, simple ആണ്, but then we'll take it in the next class. Okay, ബട്ട് ദെൻ നമ്മൾ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നോക്കാം, ലൈക്ക് അതിൻ്റെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വീൽ ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് പോവാം കേട്ടോ. ഇതിനകത്തുനിന്ന് വൈഗോട്സ്കിയുടേതാണ് ZPD എന്ന് അറിയണം, വൈഗോട്സ്കിയുടേതാണ് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് അറിയണം. അങ്ങനെയും CTET-നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആരുടേതാണ് സോഷ്യോ കൾച്ചറൽ തിയറി, വൈഗോട്സ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് തന്നെ ഓർത്ത് വയ്ക്കുക. പിന്നെ ZPD-യും ഓർത്ത് വയ്ക്കുക. അത് സോഷ്യോ കൾച്ചറൽ തിയറിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാധനമാണ് ഈ ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, അല്ലെങ്കിൽ കോൺസെപ്റ്റ്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ ദേ കൻ ആസ്ക് യു ക്വസ്റ്റ്യൻസ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ഇതിനകത്ത് നോക്കുക കേട്ടോ. HSST-കാരോടാണ് they can ask you questions like that കേട്ടോ. നിങ്ങളോട് HSA-കാരോട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ചോദിക്കും ആരുടേതാണ് സോഷ്യോ കൾച്ചറൽ തിയറി, ZPD എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ സ്കാഫോൾഡിങ് എന്താണ്, അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് വന്നിട്ട് ഇതിനകത്ത് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സാധനം, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരുന്നു, ടീച്ചർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ ആൻസർ സ്കാഫോൾഡിങ് ആണ് ആ ടീച്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ കൻ ആസ്ക് യു. പിന്നെ അത്രയൊക്കെയാണ്. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ. പിന്നെ ഈ ടൈപ്സ് ഓഫ് സ്പീച്ച് എന്ന് ചോദിക്കും കേട്ടോ. അത് വൈഗോട്സ്കിയുടെ ഐഡിയ ആണ്, ടൈപ്പ് ഓഫ് ആ ഒരു 3 തരം സ്പീച്ച് എന്ന് പറയുന്നത്.
പിന്നെ അത്രയൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. പക്ഷെ ദെൻ ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളാണ്. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ മറ്റേ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം. നിങ്ങൾ എല്ലാവരും അറ്റൻഡ് മോക്ക് ടെസ്റ്റ് കേട്ടോ, HSST. ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച ഒരാഴ്ച ഒന്ന് കൃത്യമായിട്ട് ആ അടുത്ത വീക്കിൽ വരുന്ന എന്താണ് എക്സാം എന്നുള്ളത് നോക്കി ചെയ്താൽ തന്നെ യു വിൽ ബി ഏബിൾ ടു ആൻസർ. അല്ലേ, അത് ഒരുവിധം ഒന്ന് കവർ ചെയ്ത് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്തുകൂടെ? നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കൂടെ എടുക്കാനുണ്ട് HSAക്കാർക്ക്. ദാറ്റ് ഐ വിൽ ഡു കേട്ടോ. ഒരു 1 hour സെഷൻ ഞാൻ നിങ്ങൾക്ക് പെൻഡിങ് ആണ്. പിന്നെ HSAക്കാർക്ക് എൻ്റെ ക്ലാസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? എല്ലാം ഞാൻ എടുത്തിട്ടില്ലേ? അതോ ഒരാഴ്ച ക്ലാസ് എടുത്തിട്ടില്ലേ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് പെൻഡിങ് ഉണ്ടോ? ഒരാഴ്ച എടുത്തില്ല. ഒരാഴ്ചയുടെ സെഷൻ പെൻഡിങ് ഉണ്ട്. ഞാനത് മറ്റേ LSRWൻ്റെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അല്ലേ? യെസ്, അത് ഒരെണ്ണം പെൻഡിങ് ഉണ്ട്. സൈനം നാളെ നമുക്കും HSAക്കാരോടാണ്, നമുക്കത് വേഗം ഫിനിഷ് ചെയ്യണം. ELTയിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. ലിറ്ററേച്ചർ ഒരു 20% ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇനി ബാക്കി വി നീഡ് ടു ലൈക്ക് ബ്രേക്ക്. അപ്പോൾ ഓക്കെ. പക്ഷെ ആ മോക്ക് ടെസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ എന്തായാലും എല്ലാം ഫിനിഷ് ചെയ്ത് ആക്കണം കേട്ടോ. നമുക്കൊരു ഏപ്രിലായി മെയ് മിഡ് ആകുമ്പോൾ നമുക്ക് പോർഷൻസ് എല്ലാം വൈൻഡപ്പ് ചെയ്ത് ഒരു 1 month നിങ്ങൾക്ക് റിവിഷനും കൂടെ കിട്ടുന്ന രീതിയിൽ വി ഹാവ് ടു പ്ലാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹൃദയ സ്പീഡ് ഓക്കെ അല്ലേ? ജിസ്ന, ഹൃദയ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവിടെ HSST. ഹൃദയ ഓക്കെ അല്ലേ? സ്പീഡൊക്കെ ഞാൻ ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല എനിക്ക്. ഓക്കെ, ശരി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ ഞാൻ ഒരു കമ്മിങ് 2 months ഞാൻ കമ്മിങ് ഒരു 4 months ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പം പേഴ്സണലി വർണ്ണയോടൊക്കെയാണ് കേട്ടോ. വർണ്ണ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം. പണ്ടത്തെ പോലെയല്ല, കുറച്ചൊന്ന് തിരക്കായിപ്പോൾ കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ചെയ്താൽ അത് തന്നെ ഈ പേഴ്സണൽ കാര്യം അല്ലാതെ എന്തെങ്കിലും ക്വിസ് ഓപ്പൺ ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പുട്ടിരുന്ന ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തു തരും. പേഴ്സണലായിട്ടുള്ള ടോക്സ് മാത്രം പേഴ്സണലി ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, സീ യു ടുമോറോ. നാളെ ഉണ്ടല്ലോ. ഗുഡ് നൈറ്റ്. ബൈ ബൈ.